ഇതെന്ത്? ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്ട്രോബെറി കേക്കാണ് കേട്ടോ. അതിനായി ഫ്രഷ് സ്ട്രോബെറീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയത് സ്ട്രോബെറി പുഡിംഗ് ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എന്തായാലും സ്ട്രോബെറി വെച്ച് കേക്ക് ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇതൊരു സർപ്രൈസ് കേക്കും കൂടിയാണ് കേട്ടോ. വാലന്റൈൻസ് ഡേ ആയിട്ട് ജിബീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ജിബി ഓഫീസിലാണ്. ജിബിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നുള്ളത്. എന്തായാലും കേക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ. ഇതിനായിട്ട് സ്ട്രോബെറീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെടുക്കുന്നത് ഞാൻ സ്ട്രോബെറി പ്യൂരിക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഗ്രാൻഡായിട്ട് ഇരിക്കട്ടെ എന്നായിട്ട് വിചാരിച്ചു. കേക്ക് ലെയർ ചെയ്തിട്ട് അതിനകത്ത് സ്ട്രോബെറി പ്യൂരി ഫില്ല് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പ്യൂരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് അരിഞ്ഞു വെച്ച സ്ട്രോബെറി ഇടാം കേട്ടോ. സ്ട്രോബെറിക്ക് കുറച്ച് പുളിയുള്ളത് കാരണം തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം. ഞാനിവിടെ 1/4 കപ്പ് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഷുഗർ അധികം വേണ്ടവർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറഞ്ഞു പോകാണ്ടിരുന്നാൽ മതി, ഇല്ലെങ്കിൽ സ്ട്രോബെറിയുടെ പുളിയായിരിക്കും കേട്ടോ ഫ്രണ്ടിൽ വരുന്നത്. ഞാൻ ഈ എടുത്ത മെഷർമെൻ്റ് ഉണ്ടല്ലോ, ഇത് കറക്റ്റ് മധുരമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇത് കണ്ടോ, കുറച്ച് നേരം ഫ്ലെയിമിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് സ്ട്രോബെറിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചുപോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഭയങ്കര ഹൈ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ സ്ട്രോബെറി. ഏകദേശം ഒരു 91% ഓഫ് വെയിറ്റ് വാട്ടർ ആണെന്നാണ് പറയുന്നത്. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും വെള്ളം ഇട്ട് നമ്മൾ വേവിച്ച മാതിരിയാണ് കേട്ടോ സ്ട്രോബെറിയിലെ വാട്ടർ ഇളകി വരുന്നത്. എന്തായാലും അതിൻ്റെ കളർ കാണാനായിട്ട് ഭയങ്കര പ്ലീസിങ് ആണ്. ഈ സ്ട്രോബെറി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. സ്ട്രോബെറി നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞുടഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൽ വെള്ളം എല്ലാം പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുത്തു കേട്ടോ. ഇനി ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കണം. നമ്മുടെ കേക്കിലേക്ക് ഒഴിക്കാനുള്ള കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് ഒഴിച്ച് വിത്തിൻ സെക്കൻഡ്സ് നമുക്കിതിൻ്റെ മാറ്റം കാണാൻ വേണ്ടി കേട്ടോ. ഇതിങ്ങനെ കട്ടിയായി വരുവേ. പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ സ്ട്രോബെറി പ്യൂരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറ് ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു 3 മുട്ട എടുക്കാം കേട്ടോ. 3 മുട്ടയെ നമ്മളിങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണേ, അപ്പോൾ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിക്കോളും. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ച് വെച്ച ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഫ്ലേവർ ഇല്ലാത്ത വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുമ്പോൾ ശ്രദ്ധിക്കണേ. ഇത് ഒറ്റയടിക്ക് ഫുള്ള് ഇടാണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പണി ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. നമ്മുടെ കേക്കിന് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറിയുടെ പ്യൂരി ഇല്ലേ, അതൊന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ വിചാരിക്കും ഈ സ്ട്രോബെറിയുടെ പ്യൂരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ അങ്ങ് മാറുന്നു. നമുക്ക് സ്ട്രോബെറിയുടെ ആ പിങ്കിഷ് കളർ നമുക്ക് കിട്ടില്ല കേട്ടോ. പക്ഷേ സ്ട്രോബെറിയുടെ ഫ്ലേവർ അത് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കേക്കിലേക്ക് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ കാണിച്ച 1 ഡ്രോപ്പാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ക്യാമറയിലേക്ക് ചെയ്യുമ്പോൾ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ടേക്കുന്നത്. നിങ്ങൾ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്ട്രോബെറിയുടെ ഫ്ലേവർ എന്തായാലും കിട്ടിക്കോളും. ഇനി കളർ വേണം താല്പര്യമുള്ളവർ വേണമെങ്കിൽ കളർ ചേർത്തോളൂ. ഏകദേശം ഈ കളറാണ് നമുക്ക് 1 ഡ്രോപ്പ് ഇട്ടപ്പോൾ കിട്ടിയേക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് മിക്സ് റെഡിയായേ. ഇവിടെ 1 kg റൗണ്ട് മോൾഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടൈമാണ്. ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ആണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. എന്നിട്ടൊരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച്. അങ്ങനെ ആഫ്റ്റർ 40 മിനിറ്റ്സ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കേക്കിന് മോൾ വശം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പ്രശ്നമില്ല, എന്തായാലും ലെയർ ചെയ്യേണ്ടതാണല്ലോ, അതുകൊണ്ട് എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കേക്കിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അതിനായി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനകത്തേക്ക് 1/2 കപ്പ് ഷുഗർ ഇടാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. എങ്ങനെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ ടാഗ് ചെയ്തിടാം കേട്ടോ. ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാൻ. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇത് തണുത്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കേക്ക് ലെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഞാനിവിടെ 3 ലെയറാക്കി കേക്ക് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ലെയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി സെക്കൻഡും തേർഡും ലെയർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ നമ്മൾ അളന്നെടുക്കാനായിട്ട്. ഞാനിവിടെ ആദ്യം 1 കപ്പാണ് യൂസ് ചെയ്തത്. 1 കപ്പ് കൊണ്ട് എനിക്ക് തികഞ്ഞില്ല കേട്ടോ. 1.25 കപ്പ് ഞാൻ എടുക്കേണ്ടി വന്നു. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം ലോ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണേ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ഇതൊരു 3 to 4 മിനിറ്റ്സ് സ്ലോ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം വേണം ഹൈ സ്പീഡിലോട്ടേക്ക് ആക്കി കൊടുക്കാൻ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ടോ, ഇതുപോലെ കമത്തിയിട്ട് കഴിഞ്ഞാലും ഇതിനകത്തുനിന്ന് വിപ്പിംഗ് ക്രീം പോവില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ എത്ര വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിലേക്ക് ആഡ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. നമ്മുടെ ക്രീം എല്ലാം ഇട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രോസ്റ്റിംഗ് പരിപാടിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഐറ്റംസ് എല്ലാം നേരത്തെ കൊച്ചിയിൽ വെച്ചിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതിനുള്ള ടൈം ഇപ്പോഴായിരിക്കും വന്നത്. എല്ലാത്തിനും ഓരോരോ സമയമില്ലേ ദാസ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റത്തെ ലെയറാണ് കേട്ടോ നമ്മളിവിടെ വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് കേക്ക് ഒന്ന് മോയിസ്റ്റ് ആക്കി എടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഐദർ പൈപ്പിംഗ് ബാഗ് കൊണ്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നൈഫ് ഫയൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒത്തിരി കട്ടിയിൽ വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടില്ല കേട്ടോ. വിപ്പിംഗ് ക്രീം നമ്മൾ തിക്നെസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മേജർ ഹൈലൈറ്റ് ആയ നമ്മുടെ സ്ട്രോബെറി പ്യൂരി അങ്ങോട്ട് ആഡ് ചെയ്യാണ്. നമുക്ക് ഈ സ്ട്രോബെറി ക്രഷ് പുറത്തുനിന്ന് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ നമ്മുടെ ഫ്രഷ് സ്ട്രോബെറി വെച്ച് ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ പ്യൂരി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ നെക്സ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. കേക്ക് കട്ട് ചെയ്തപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ഉണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ ഞാനിവിടെ മിഡിൽ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക, അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം, അതിൻ്റെ മേലെ നമ്മുടെ സ്ട്രോബെറി പ്യൂരി. അങ്ങനെ നമ്മുടെ ഫൈനൽ ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഈ കേക്ക് മൊത്തം വിപ്പിംഗ് ക്രീം വെച്ച് അങ്ങോട്ട് കവർ ചെയ്യാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അധികം തിക്നെസ്സിൽ നമ്മൾ വിപ്പിംഗ് ക്രീം കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്പഞ്ചിൻ്റെയും സ്ട്രോബെറിയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും ഒക്കെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിക്കോളും. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനൊക്കെയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്ത് കേക്ക് അങ്ങ് സെറ്റ് ആക്കി കേട്ടോ. ഡിസൈൻ കൊടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്ത് കൊളാക്കണ്ടെന്ന് വെച്ച് ഞാൻ സിമ്പിളിൽ അങ്ങോട്ട് പിടിച്ചു. കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ വെച്ച് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. ഞാൻ ഉദ്ദേശിച്ച ഫസ്റ്റ് ടൈമിൽ ഇത്ര നന്നായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
എന്തായാലും ഇത് ആദ്യത്തെ അല്ലേ, ചെയ്ത് നമുക്കിനി പ്രാക്ടീസ് ചെയ്യാം. ബട്ട് ടേസ്റ്റ് അതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ സ്ട്രോബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നത്. സോ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനായിട്ടുള്ളതാണല്ലോ. സോ എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായി. ജിബിക്ക് സർപ്രൈസ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. കേക്ക് ഞാനൊരു 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ നമ്മൾ സർപ്രൈസ് കൊടുക്കാനുള്ള ആളെ എത്തിയിട്ടുണ്ട് കേട്ടോ. ജിബിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. അതുപോലെ തന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കതായിരുന്നല്ലോ വേണ്ടത്. എന്തായാലും ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോഴാണ് ജിബി ഒരു ബോംബ് പൊട്ടിച്ചത്. ഇത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഹാപ്പിനെസ് അറിയാൻ പറ്റില്ല. ഐ വാസ് സോ ഹാപ്പി. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒരു ക്യൂട്ടായിട്ടുള്ള ഡയമണ്ട് ഇയറിങ്സ് ആണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. എന്തായാലും വാലന്റൈൻസ് ഡേ അത് പൊളിച്ചു. ഇത്രയും സംഭവങ്ങൾ ഇടയ്ക്ക് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കാര്യം മറന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്തു. കേക്കിൻ്റെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി കേക്കായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും തകർത്ത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാമല്ലോ കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഇനി നിങ്ങൾ കഴിച്ചത് മതി, ഇനി ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാൻഡിമോളായിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ സാൻഡിമോൾക്കും കേക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. കേക്ക്സും സ്വീറ്റ്സും അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും കുറേ നേരത്തെ പണിയായിരുന്നു കേട്ടോ. സംഭവം എന്തായാലും കളറായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ ആൻഡ് ടേക്ക് കെയർ.